ഹേ ഗായ്സ്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പാടിക്കുട്ടനെ 90 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഏട്ടനും അമ്മയും കൂടെ പോയിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കൃഷ്ണയുടെ അമ്മ ഉണ്ടായിരുന്നു, മേമ്മയുടെ മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 മാസങ്ങൾക്ക് മുന്നേ കൃഷ്ണ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ഇന്നിതാ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് ഈ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ സ്വത്ത് പണീനെ കിട്ടിയില്ല. പക്ഷേ ഒരു സങ്കടം എന്താ വെച്ചാൽ 3 ദിവസം മാത്രമേ അവനോട് ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് അമ്മയും അച്ഛനൊക്കെ എൻ്റെ കൂടെ വരും. അപ്പോൾ വീട്ടിലാരും ഇല്ലാതെ അവൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ചു ആ ചടങ്ങിന് കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ തെച്ചിക്കൊമ്പൊക്കെ കൊടുത്ത്, അതൊരു രീതിയാണ്, അത്ര പഴയൊരു രീതിയാണ് കുട്ടി കയറി വരുമ്പോൾ തെച്ചിക്കൊമ്പ് കൊടുത്തിട്ട് സ്വീകരിക്കൽ. അപ്പോൾ ഇതാ അങ്ങനെ വന്ന് കുറച്ച് നേരം നമ്മളിങ്ങനെ അവനായിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനങ്ങനെ കിടത്തി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ കിടന്നു. അവൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വിട്ടു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് 2-3 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴും അവനെ മേലൊക്കെ കഴുകിച്ച് നല്ല കുറ്റപ്പനാക്കി ഏട്ടൻ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ അവൻ നല്ല കൂട്ടം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചിരിക്കും, വർത്താനം പറഞ്ഞാൽ നമ്മുടെ ഒപ്പം അവൻ ഇങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവനെ വിട്ടിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കാനേ തോന്നുന്നുണ്ട്. രാത്രി അടക്കം ഞാൻ സാധാരണ മുകളിൽ കിടന്നിട്ട് ഉറങ്ങണം, ഞാനൊക്കെ താഴെ കിടന്നിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അങ്ങനെ രാത്രി മൊത്തം അവൻ്റെ കൂടെ കളിച്ച് അച്ഛനും എല്ലാവരും നല്ല കൂട്ടം കൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്, ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്നത്തെ ഡേ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.